വചനം വചനം ത്രിയേക ദൈവമം വചനം. മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ, പാക്സ് കമ്മ്യൂണിക്കേഷൻ്റെ ത്രസ് കാന്തോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ ക്രിസ്മസ് സീസണിലെ മറ്റൊരു പ്രധാനപ്പെട്ട തിരുനാൾ ആഘോഷിക്കുകയാണ്, യേശുവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ തിരുക്കുടുംബത്തിൽ തിരുനാൾ ആഘോഷിച്ചു കഴിഞ്ഞു. ഈ പ്രത്യക്ഷീകരണ തിരുനാളിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുന്നത് യേശുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവമാണ്. 3 ജ്ഞാനികളാണ് യേശുവിനെ കാണാൻ വേണ്ടി വരുന്നത്. അവർ വരുന്നതും അവർ കാണിക്കകൾ വെച്ച് തിരിച്ച് പോകുന്നതും യേശുവിനെ ആരാധിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ്. 3 ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, അത് നമുക്കെല്ലാവർക്കും കാണാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉള്ളിലുണ്ടാകണം എന്നുള്ളതാണ്. 2, പുതിയ വഴികളിലൂടെ നടക്കുവാനായിട്ട് നമ്മളെപ്പോഴും ആഗ്രഹിക്കണം. 3, ഉള്ളിൽ കർത്താവിനെ നിറച്ചുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് മാറുക എന്നുള്ളതാണ്. പ്രസിദ്ധനായ കവി T.S. എലിയറ്റിൻ്റെ ദ ജേണി ഓഫ് ദ മെജായ് എന്ന കവിതയിൽ ഈ 3 രാജാക്കന്മാർ യേശുവിനെ കാണാൻ വേണ്ടി പോകുന്ന സംഭവമുണ്ട്. അവരതിനു വേണ്ടി ചിന്തിക്കുമ്പോൾ തന്നെ മുന്നിൽ വരുന്ന കുറേ തടസ്സങ്ങൾ ഇവയൊക്കെയാണ്. ഒന്ന്, ചുട്ടുപഴുത്ത മണലാരണ്യങ്ങളോട് യാത്ര ചെയ്യണം, കടുത്ത മഞ്ഞ് ഉണ്ടാകും, വന്യമൃഗങ്ങളെയൊക്കെ അവർ കണ്ടുമുട്ടേണ്ടി വരും, ആക്രമണങ്ങൾ നേരിടേണ്ടി വരാം. അങ്ങനെ ഒരുപാട് തടസ്സങ്ങൾ അവരുടെ മുമ്പിൽ കടന്നു വരുന്നുണ്ട്. ഈ യാത്ര തുടരുമ്പോൾ കവിതയിൽ പറയുന്നുണ്ട്, ഈ രാജാക്കന്മാർ ചോദിക്കുന്നുണ്ട്, നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? വാസ് ഇറ്റ് ഓൾ ഫോളി എന്നവർ ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ യാത്രയുടെ അവസാനം നമുക്കതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ട്. ഇവർ യാത്ര ചെയ്യുന്നതും അവരുടെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതും അവർ കർത്താവിനെ കണ്ട് മടങ്ങുന്നതും അവരുടെ യാത്ര സഫലീകരിക്കപ്പെടുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ചിന്ത ഇതാണ്, നമുക്ക് കാണാനുള്ള ആഗ്രഹം ഉണ്ടാവുക. എന്ത് കാണണമെന്നുള്ളതാണ്. നല്ലത് കാണാനായിട്ട് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ലോകം എപ്പോഴും നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടുന്ന ഒരുപാട് കാഴ്ചകളുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളൊക്കെ വീണു പോകുന്നത് ഈ നല്ലതല്ലാത്ത കുറേ കാഴ്ചകളിലേക്കും അതിൽ ആകർഷിക്കപ്പെട്ട് ജീവിതം നല്ലതല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നതുമാണ്. എന്നാൽ ഈ പൂജ്യരാജാക്കന്മാർ നമുക്ക് കാണിച്ചു തരുന്നത്, ജ്ഞാനികൾ നമുക്ക് കാണിച്ചു തരുന്നത്, നല്ലത് കാണാനായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുക, നല്ലത് കാണുക. അതിന് ഉള്ള യാത്ര വളരെ ദുർഘടം പിടിച്ചതായിരിക്കാം പക്ഷേ ആ ദുർഘടങ്ങളെല്ലാം തരണം ചെയ്ത് നമുക്ക് പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലത് കാണാനും നല്ലതിലേക്ക് എത്തിച്ചേരാനും സാധിക്കുമെന്നുള്ളതാണ്. രണ്ടാമതൊരു ചിന്ത എന്ന് പറയുന്നത് പുതിയ വഴികൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കാണാൻ സാധിക്കുന്നത്, ബൈബിളിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ രാജാക്കന്മാർ ഉണ്ണിയേശുവിനെ കണ്ട് തിരിച്ചു പോകുന്നത് ഒരു പുതിയ വഴിയിലേക്കാണ്. അവർ വന്ന വഴി അതിന് തിരിച്ചു പോകുന്നില്ല, മറിച്ച് പുതിയ വഴികളിലൂടെ തിരിച്ചു പോകുന്നു എന്നുള്ളതാണ്. വന്ന വഴി ഈ കവിതയിൽ പറയുന്ന പോലെ ദുർഘടം പിടിച്ച വഴികളായിരുന്നു. പക്ഷേ തിരിച്ചു പോകുമ്പോൾ അവർ യേശുവിനെ കണ്ട് ആനന്ദിച്ച് ഒരു പുതിയ വാർത്തയുമായിട്ട് പോവുകയാണ്. ലോകത്തിന് കൊടുക്കാനായിട്ട് നല്ലൊരു വാർത്ത അവർക്കുണ്ടാവുകയാണ്. അത് അവർക്ക് സാധിക്കുന്നത് അവരൊരു പുതിയ വഴി തിരഞ്ഞെടുക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നല്ല വഴികൾ എപ്പോഴും തിരഞ്ഞെടുക്കാൻ നമുക്ക് സാധിക്കണം. ചീത്തയായ വഴികൾ, തെറ്റായ വഴികളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെയൊക്കെല്ലാം അവസാനം എന്ന് പറയുന്നത് എപ്പോഴും അപകടങ്ങൾ നിറഞ്ഞതായിരിക്കും. നമ്മുടെ പല അനുഭവങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നതും അതുതന്നെയാണ്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ആകെത്തുകയാണ് മൂന്നാമത്തെ ചിന്ത. അതായത് ഉള്ളിൽ കർത്താവിനെ നിറച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആദ്യത്തെ രണ്ടാമത്തെയും വഴികൾ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അവസാനം ഏറ്റവും ആനന്ദകരമായ ഒന്ന്, അതാണ് കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് നിറയും എന്നുള്ളത്. ഈ ജ്ഞാനികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അവർ ആദ്യം കടന്നു വന്നു, അവർ യേശുവിനെ കണ്ടു, പിന്നീട് അവർ യേശുവിനെ നിറച്ചുകൊണ്ടാണ് പോകുന്നത്. യേശുവിനെ ഉള്ളിൽ നിറച്ചുകൊണ്ട് അവർ പോകുന്നു. അവരാണ് ലോകത്തിന്
ഈ ഉണ്ണിയായി പിറന്ന യേശുവിനെ, ലോകരക്ഷകനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. കാരണം അവരുടെ ഉള്ളിൽ കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ പൂജരാജാക്കന്മാരുടെ തിരുനാൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇത് തന്നെയാണ്. എൻ്റെ ഉള്ളിൽ കർത്താവിനെ ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ടോ? ആ നിറച്ച് വെച്ചിരിക്കുന്ന കർത്താവിനെ എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബജീവിതത്തിലാകാം, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലാകാം, നമ്മൾ ജോലി ചെയ്യുന്ന ഇടങ്ങളാകാം, പഠിക്കുന്ന ഇടങ്ങളാകാം, ഏത് മേഖലയിലായാലും എൻ്റെ ഉള്ളിൽ ഞാൻ നിറച്ചു വച്ചിരിക്കുന്ന കർത്താവിനെ എനിക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. നമ്മളിന്ന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.